കുറെ പേരൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ വീഡിയോ ഒന്നും ഇല്ലെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ തോന്നി എന്നാ പിന്നെ ഒന്ന് ഇട്ടേക്കാന്ന്. വലിയ പെരുന്നാളാവുന്നതിന്റെ മുന്നെങ്കിലും ഇതൊന്നും ഇടണല്ലോ. നാളെ പെരുന്നാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലെങ്കിലും മറ്റന്നാണെങ്കിലും പെരുന്നാൾ ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുന്ന് മെഹന്തി ഇടുന്നത്. എന്റെ കയ്യിലായിരുന്നു മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും വേണം, അങ്ങനെ എല്ലാവരും ഇട്ടു കുറച്ച് കുറച്ച്. ഇതൊക്കെയാണ് എന്റെ കൊളീഗ്സ്. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഓഫീസിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചു. ഷാനിയായിരുന്നു കേട്ടോ എൻ്റെ കൈക്ക് മൈലാഞ്ചി ഇട്ടത്. എനിക്ക് രണ്ട് കയ്യിലും മൈലാഞ്ചി ഇടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഇടുന്ന സമയത്ത് അടങ്ങിയിരിക്കുന്നത് ആലോചിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് സഹിക്കാത്തത്. പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ വരെ വാങ്ങി ഫുൾ സെറ്റപ്പിലായിരുന്നു കേട്ടോ ഞങ്ങൾ മെഹന്തി ഇടലൊക്കെ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നോമ്പുതറൊക്കെ കഴിഞ്ഞപ്പോഴാണ് മാസം കണ്ടു എന്ന് പറഞ്ഞത്. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത്ര പെട്ടെന്നല്ല കേട്ടോ, 9:30 അല്ലെങ്കിലേ കണ്ണൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ അത്യാവശ്യം സമയം എടുക്കും. ഇത് പിന്നെ പെരുന്നാളായിട്ട് പറയാൻ വേണ്ടില്ല, റോഡ് ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. വീട്ടിലാണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമേ എത്താത്തുണ്ടായിരുന്നു. പെട്ടെന്നൊന്നും എത്തൂല എന്നറിയെങ്കിലും വീട്ടിലൊന്നും എത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. കാരണം എല്ലാവരും കൂടി കൂട്ടിയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയലും പടക്കം പൊട്ടിക്കലും അങ്ങനെ നല്ല രസമായിരുന്നു. അതിനെ കുറിച്ച് വീഡിയോസൊക്കെ അവർ അയച്ചു തന്നിരുന്നു. ഇതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്തു വെച്ച വീഡിയോസ് ആട്ടോ. അപ്പൊ ഞാൻ ഇതും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ആർക്കായാലും വീട്ടിലൊന്ന് എത്തിയിരുന്നെങ്കിൽ തോന്നൂലേ. ഇതൊക്കെ കാണാനല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 1:30 മണിയായിരുന്നു. അപ്പൊ 1:30 മണി കഴിഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെരുന്നാളിന്റെ തലേ ദിവസത്തെ ഒരു രസവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകാനുള്ളതല്ലേ. അങ്ങനെ ഇതിന്റെ മോർണിംഗ് ആയി. നമ്മളപ്പോൾ ഈദ്ഗാഹിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. സാധാരണ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പള്ളിയിലാണ് പോകാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്ന് മാറിയിട്ട് നമ്മൾ കുറച്ച് വിട്ടിട്ട് കരുവാരുണ്ട് ഒരു ടർഫിൽ വെച്ചിട്ടുള്ള ഈദ്ഗാഹിനായിരുന്നു ഞങ്ങൾ പോയത്. ഈദ്ഗാഹൊക്കെ കൂടി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ശരിക്കും മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലും പെരുന്നാൾ പൈസ കൊടുക്കലും അതുപോലെ ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മളെ ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നടന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം എല്ലാവരും ഒഴിഞ്ഞു മാറി ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നല്ല രസമായിട്ടാണ് ഇപ്രാവശ്യത്തെ പെരുന്നാളും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള കുറച്ച് നല്ല അടിപൊളി മൊമെന്റ്സ് ആണ് കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് അങ്ങനെ നല്ലൊരു പെരുന്നാളായിട്ട് ഈ ഇതും കഴിഞ്ഞു.